ശ്രീ അരുൺകുമാർ, വലിയൊരു നിലപാട് തന്നെയാണ്, കർക്കശമായൊരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മുൻപും എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന SBIയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം ഒരു നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പല വിവരങ്ങളും മറച്ചുവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പട്ടിക പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഒരു നിരീക്ഷണത്തോട് സുപ്രീം കോടതി നടപടിയോട് സുപ്രീം കോടതി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ എല്ലാ വിവരങ്ങളും, അതായത് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പറുകൾ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഈ കേസിൽ സുപ്രീം കോടതി വളരെ വിശദമായിട്ട് തന്നെ ഉത്തരവ് നൽകിയിരുന്നതാണ്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഏതൊക്കെ ബോണ്ട്, ആരൊക്കെയാണ് ആ ബോണ്ട് വാങ്ങിയത്, ഓരോ ബോണ്ടുകളുടെ എണ്ണം, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുക, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ബോണ്ടുകളുടെ ഫേവർ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഹാജരാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും എല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരവായിരുന്നു. എന്നാൽ ആ നിശ്ചിത തീയതി കഴിഞ്ഞതിന് ശേഷമാണ് SBI തന്നെ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ടൈം എക്സ്റ്റൻഷൻ വേണം, ജൂൺ മാസം 30 വരെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ വളരെ കർശനമായി തന്നെ സുപ്രീം കോടതി അത്തരത്തിലൊരു എക്സ്റ്റൻഷൻ തരാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇതിനിടയിൽ CPM അടക്കമുള്ള പാർട്ടികൾ കോടതി അലക്ഷ്യ നടപടികളുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇപ്പോൾ ആരൊക്കെയാണ് ബോണ്ട് ആവശ്യപ്പെട്ടത്, എത്ര തുകയാണ് മുടക്കിയത്, അതിൽ രാഷ്ട്രീയ കക്ഷികൾ ആരൊക്കെയാണ് പ്രയോജനപ്രദമായി അത് സ്വീകരിച്ചത് എന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടെന്നും ഒരിക്കലും പ്രൈവസിയുടെ ഒരു ഗണത്തിൽ അതിനെ കണക്കുകൂട്ടാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അനധികൃതമായി ഈ ബോണ്ട് കൈവശപ്പെടുത്തി അതിന്റെ ഫേവർ ഉണ്ടായി എന്നതിനെ കുറിച്ച് ജനങ്ങൾ അറിയരുത് എന്നതിന്റെ ഒരു ആഗ്രഹം, അതിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് SBI വീണ്ടും ഇതിന്റെ പെറ്റീഷനായിട്ട് വന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സമ്മർദ്ദത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമായിട്ടാണെന്ന് മനസ്സിലാവും. എന്നാൽ കർശനമായി അത് പ്രസിദ്ധപ്പെടുത്തണമെന്നും വെബ്സൈറ്റിലൂടെ തന്നെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് വളരെ കർശനമായി തന്നെ സുപ്രീം കോടതി വിധി പറഞ്ഞതും SBIക്ക് ഡയറക്ഷൻ കൊടുത്തതും SBI ഇപ്പോൾ ആ ഡയറക്ഷൻ പാലിക്കുകയും, എന്നാൽ അതിൽ ഇതിന്റെ നമ്പറും മറ്റു കാര്യങ്ങളും അവ്യക്തമായിട്ടുള്ള തരത്തിൽ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയത് കൂടുതൽ വ്യക്തത വരുത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞത് വളരെ ആകർഷകമായിട്ടുള്ള കാര്യമാണ്, സ്വാഗതാർഹമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ പോലും കൈപ്പറ്റാതെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. മുഴുവൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ തുക കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. ഏതായാലും വളരെ സ്വാഗതാർഹമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശ്രീ അരുൺകുമാർ, ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശം അത് കേന്ദ്രത്തിന് എത്രത്തോളം തിരിച്ചടിയാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? കാരണം ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പറുകൾ കൂടി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് കേന്ദ്രത്തിന് കൂടുതൽ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാവും എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും. അതിൽ ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ച, CBI അന്വേഷണം ആരംഭിച്ച പല കമ്പനികളും എത്ര രൂപയാണ് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി ബോണ്ടായി മുടക്കിയത്? അത് BJPക്ക് ഇപ്പൊ 6555 ബോണ്ടുകളുടെ തുക, അത്രയും കോടി രൂപ BJPക്കാണ് കിട്ടിയത്. അപ്പോ പല കമ്പനികളും കോർപ്പറേറ്റുകൾക്കും എതിരെ അന്വേഷണം ആരംഭിക്കുകയും അവർ വലിയ തരത്തിൽ ബോണ്ട് BJPക്ക് ഫേവറായിട്ട് എടുക്കുകയും പിന്നീട് അന്വേഷണം മരവിപ്പിച്ചു പോയ സാഹചര്യങ്ങളും എല്ലാം നിരവധി നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ പല കമ്പനികൾ വ്യക്തികൾക്ക് അന്വേഷണം ആരംഭിച്ചിട്ടും ഇടയ്ക്ക് വച്ച് പല സ്വാധീനങ്ങൾക്ക് വിധേയമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ നമ്പറും പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഏതൊക്കെ കമ്പനികളാണ്, ഏതൊക്കെ വ്യക്തികളാണ്, കോർപ്പറേറ്റുകളാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തത്, അവർക്കെതിരെ ആരംഭിച്ച ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴാണ് നിർത്തിവെച്ചത്, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെച്ചതിന് ശേഷമാണോ അവർ ഈ തുക ബോണ്ടായിട്ട് എടുത്തത്, ബോണ്ട് സ്വീകരിച്ചത് എന്നതിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും. അത് ഇന്ന് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ സത്യം അറിയാൻ, അതായത് സുതാര്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കൂടുതൽ അവകാശവും അതിനുള്ള അനുവാദവും കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ്. ശരി, നന്ദി. അഡ്വക്കേറ്റ് അരുൺകുമാറാണ് നമ്മളോട് സംസാരിച്ചത്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലാണ് കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി വീണ്ടും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പറുകളും പ്രസിദ്ധീകരിക്കണമെന്ന SBIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സീൽ ചെയ്ത കവറിലെ എല്ലാ വിവരങ്ങളും കൈമാറണമെന്നും SBIയോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം.